Hey everyone, so welcome back to another video. 2025 AI ടൂൾസ് അല്ലെങ്കിൽ AI എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ ചാനലിൽ തന്നെ മൾട്ടിപ്പിൾ വീഡിയോസ് AI നെക്കുറിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇനി ഈ ഒരു വീഡിയോയോട് കൂടി ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ അതിനെ മാറ്റാൻ വേണ്ടി പോകണം. അതായത് ഈ ചാനലിന് എനിക്ക് മേ ബി മൾട്ടിപ്പിൾ ഔട്ട്കം ഉണ്ടായിരിക്കും ഈ വീഡിയോ എൻ്റെ വീഡിയോസ് കാണുന്നതിന്. മേ ബി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ കുറച്ച് പേരൊക്കെ AI ടൂൾസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് മേ ബി സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഓവറോൾ മൈൻഡ് സെറ്റ് ഇമ്പ്രൂവ് ചെയ്യണം, വർക്കിലേക്കുള്ള മൈൻഡ് സെറ്റ് ഓർ ലൈഫിലേക്കുള്ള മൈൻഡ് സെറ്റ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വിചാരിച്ചവരുണ്ടായിരിക്കാം. സോ ഓവറോൾ ഔട്ട്കമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറും കൂടിയായിരിക്കും. ദാറ്റ് ഈസ് നിങ്ങൾക്ക് AI ടൂൾസിനെ കുറിച്ച്, AI എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് മോർ മനസ്സിലാക്കാനായിട്ട് ഈ ചാനൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ബിക്കോസ് ഞാൻ റിസർച്ച് ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇവിടെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓർ അതിനൊരു പ്ലേലിസ്റ്റിലേക്കൊക്കെ മാറ്റുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ വീഡിയോ എന്നും പറയാം. സോ എവരിവൺ, ലെറ്റ്സ് get started. ആദ്യമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ ഔട്ട്കം എന്തായിരിക്കും? ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും ശ്രദ്ധിച്ച് അറ്റൻഷനോട് കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. മേജർലി 3 ഔട്ട്കം ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയ്ക്ക് ഉണ്ടായിരിക്കാം. വൺ തിങ്, ഓവറോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ AIൻ്റെ ആ ഒരു ബേസിക്സ് മനസ്സിലാക്കും. AIൻ്റെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുകയാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്ഷരമാല അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ അക്ഷരമാല നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമോ? ഇല്ല. അതുപോലെ AIൻ്റെ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ AIൻ്റെ ഒരു ഫണ്ടമെൻറ്റൽസ്, ബേസിക്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ബേസിക്സ് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഓവറോൾ ഒബ്ജക്റ്റീവ്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ അതിനൊരു 3 പാർട്ടിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് AI എത്ര ടൈപ്പ് ഉണ്ട്, മേജർലി 3 ടൈപ്പാണ് ബ്രോഡ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് ആ 3 ടൈപ്സ് എന്നുള്ളത് ക്ലിയർലി മനസ്സിലാവും. ആൻഡ് സെക്കൻഡ്, AI ടൂൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോംപ്റ്റിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ChatGPT നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ക്ലോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു AI ടൂളും നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ AI ടൂളിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഏറ്റവും അടിപൊളിയായിട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെ ഏറ്റവും അടിപൊളിയായിട്ട് കൊടുക്കാം? അതിലൊരു സിമ്പിൾ ഫ്രെയിം വർക്ക്, ഏതൊരാൾക്കും ഏറ്റവും അടിപൊളിയായിട്ട് പ്രോംപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സിമ്പിൾ ഫ്രെയിം വർക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് തേർഡ്, നമ്മളെല്ലാവരും AIനെ യൂസ് ചെയ്യുന്നത് പല ടാസ്കുകളും AIനെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അങ്ങനെ നിങ്ങൾ ടാസ്കുകൾ AIനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് AIയോട് എങ്ങനെ പറയണം, അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് പറയണമെന്നുള്ളത് അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ കോൺസെപ്റ്റും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ AIൻ്റെ ബേസിക്സ് നമ്മൾ മനസ്സിലാക്കും. ആൻഡ് AIൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് തിങ്. സെക്കൻഡ്, പ്രോംപ്റ്റിംഗ്. ആൻഡ് തേർഡ്, AIനെ കൊണ്ട് ടാസ്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ആ ഒരു സിമ്പിൾ കോൺസെപ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു 3 ടൈപ്സ് ഓഫ് AI ടൂൾസ് ബ്രോഡ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ മേജർലി 3 ടൈപ്സ് തന്നെയാണുള്ളത്. ആൻഡ് ഫസ്റ്റ് വൺ ഇസ് സ്റ്റാൻഡ് അലോൺ. സ്റ്റാൻഡ് അലോൺ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇൻഡിവിജ്വൽ ടൂൾസ് ഉണ്ട് അല്ലേ? ലൈക്ക് ChatGPT, ക്ലോഡ് ഓർ ഹേജൻ പോലുള്ള മൾട്ടിപ്പിൾ ടൂൾസ് നമുക്ക് ഇൻ്റർനെറ്റ് ത്രൂ ആക്സസിബിൾ ആണ്. ഈ AI ടൂൾസിനെ നമുക്ക് സ്റ്റാൻഡ് അലോൺ എന്നുള്ള കാറ്റഗറിയിൽ പറയാം. ദാറ്റ് ഈസ് നമ്മൾ ഇൻഡിവിജ്വലി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ഫോർ എക്സാമ്പിൾ എനിക്ക് ഗൂഗിൾ എടുത്തുകൊണ്ട് chatgpt.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ChatGPTയിലേക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ ഇൻഡിവിജ്വലി എനിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൂൾസിന് നമുക്ക് സ്റ്റാൻഡ് അലോൺ എന്നുള്ള കാറ്റഗറിയിലേക്ക് പറയാം. സോ ദാറ്റ് ഇസ് ഫസ്റ്റ് കാറ്റഗറി. ആൻഡ് സെക്കൻഡ് ഇസ് ഇൻറ്റഗ്രേറ്റഡ് AI ഫീച്ചേഴ്സ്. അതായത് ഇപ്പോൾ ഗൂഗിളിൻ്റെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡോക്സിൽ നിങ്ങൾക്ക് ജെമിനായി പോലെ AI ടൂൾസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഐ തിങ്ക് ഫ്രീ വേർഷനിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ട് AI ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് പല ടൂൾസിൻ്റെ ഉള്ളിലും മറ്റ് AI ഓപ്ഷൻസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാറാണ്. സോ ദാറ്റ് ഇസ് ഇൻറ്റഗ്രേറ്റഡ് AI ഫീച്ചേഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോക്സ് പോലുള്ളൊരു ടൂൾ നിങ്ങൾ എടുക്കുന്നു, അവിടെ നിങ്ങളൊരു കോണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുന്നു ആൻഡ് അതിനെ ഓവറോൾ സമ്മറൈസ് ചെയ്യാനായിട്ട് ഇത് ഓവറോൾ സെലക്ട് ചെയ്തുകൊണ്ട് മേ ബി നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യാനുള്ള ഒരു AI ഓപ്ഷൻ അതിൻ്റെ ഉള്ളിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഇൻറ്റഗ്രേറ്റഡ് AI ഫീച്ചേഴ്സ് ഓർ നമുക്ക് അതിനെ ഇൻറ്റഗ്രേറ്റഡ് AI ഫീച്ചേഴ്സ് എന്ന് പറയാം സിംപ്ലി. ആൻഡ് ദ തേർഡ് വൺ ഇസ് കസ്റ്റം AI സൊല്യൂഷൻസ്. കസ്റ്റം AI സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ നീഡിന് വേണ്ടി, നമ്മളുടേതായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ നീഡിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് അതിന് ടൈലേർഡ് ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ നീഡ് ഫുൾഫിൽ ചെയ്യുന്ന, ആ ഒരു ആക്ടിവിറ്റി ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള
ഒരു AI ടൂൾ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കസ്റ്റം AI സൊല്യൂഷൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും. AI ടൂൾസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർലി 3 പാർട്ടാണുള്ളത്. വൺ ഈസ് സ്റ്റാൻഡ് അലോൺ, സെക്കൻഡ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് AI ഫീച്ചേഴ്സ് ആൻഡ് തേർഡ് ഈസ് കസ്റ്റം AI സൊല്യൂഷൻസ്. ഓക്കെ ആണല്ലോ. നൗ സെക്കൻഡ് ടോപ്പിക്, ദാറ്റ് ഈസ് പ്രോംപ്റ്റിംഗ്. പ്രോംപ്റ്റിംഗ് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് AI ടൂൾസ്, ഫോർ എക്സാമ്പിൾ നമുക്ക് ChatGPT പറയാം, ബിക്കോസ് മോർ ആളുകൾ ഫെമിലിയർ ആയിട്ടൊരു ടൂളാണ് ChatGPT എന്നുള്ളത്. ChatGPTയിലേക്ക് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ പറയുന്ന സമയത്താണ്, ഒരു കാര്യം അങ്ങോട്ടേക്ക് പറയുന്ന സമയത്താണ് ChatGPT നമുക്ക് ആൻസർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ChatGPT എടുത്ത് റൈറ്റ് ആൻ ആർട്ടിക്കിൾ ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോ ഞാൻ അവിടേക്കൊരു ഇൻപുട്ട് കൊടുക്കുന്ന സമയത്താണ് എനിക്ക് ChatGPT അതിനേക്കായിട്ടുള്ള ആൻസർ തരുന്നത്. ഈ ഒരു ഇൻപുട്ടിനെ ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെയാണ് ബേസിക്കലി പ്രോംപ്റ്റിംഗ് എന്ന് പറയാം. സോ ഇവിടെ ഞാൻ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് എഫക്റ്റീവ്ലി ഇൻപുട്സ് കൊടുക്കുന്നോ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം അടിപൊളിയായിട്ടുള്ള ആൻസർ ആയിരിക്കും എനിക്ക് ChatGPT തരാം. ഇതെല്ലാം വലിയ ഡേറ്റയുടെ മുകളിൽ വർക്ക് ചെയ്യുന്ന AI ടൂൾസാണ്, ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്നതിന് പറയാം. ആൻഡ് ഇവിടെ ആ മോഡൽസിനോട് നമ്മൾ എത്ര അടിപൊളിയായിട്ട് ചോദിക്കുന്നോ അതിനനുസരിച്ച് അത്രയും അടിപൊളിയായിട്ടാണ് നമുക്ക് ആൻസേഴ്സ് തരാം. ഈ കാര്യം ഒക്കെ ആണല്ലോ. ഇതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഫ്രെയിം വർക്കാണ് RTF, that is Role, Task and Format. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ChatGPTനോട് വെറുതെ റൈറ്റ് ആൻ ആർട്ടിക്കിൾ ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന് പകരം ആദ്യം ChatGPTയുടെ റോള് പറയുന്നു, യു ഓർ ആക്ട് ആസ് എ 10-year എക്സ്പീരിയൻസ് കോണ്ടന്റ് റൈറ്റർ സ്പെഷ്യലൈസ്ഡ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോണ്ടന്റ്സ് റിലേറ്റഡ് കോണ്ടന്റ്സ്. സോ ആദ്യം ഞാൻ ആ ChatGPT എന്ത് റോളാണ് ആക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തു. സെക്കൻഡ്, ടാസ്ക്, അതായത് എനിക്ക് എന്താണ് ChatGPTയുടെ അടുത്ത് നിന്ന് അച്ചീവ് ചെയ്യാനായിട്ടുള്ളത്. സോ ദ ടാസ്ക് ഇസ് ആൻഡ് റൈറ്റ് 10 പേജ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ടാസ്കിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങൾ എത്ര ഡീറ്റെയിൽ ആയിട്ട് ആ ടാസ്കിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സോ റൈറ്റ് a 10 page essay or article on ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആൻഡ് തേർഡ്, ഫോർമാറ്റ്. ഏത് ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് വേണ്ടത്? ഒരു ഡിസ്ക്രിപ്റ്റീവ് ഫോർമാറ്റിലാണോ, ഒരു ടേബിൾ ഫോർമാറ്റിലാണോ, ഒരു PDF ആയിട്ട് നിങ്ങൾക്ക് വേണോ, ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യണോ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് വേണം എന്താ, ഇൻ എ ഡിസ്ക്രിപ്റ്റീവ് ഫോർമാറ്റ്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു 10 പേജസിലേക്കുള്ള അല്ലെങ്കിൽ ഞാൻ പർട്ടിക്കുലർ ടാസ്ക് എത്ര അടിപൊളിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ആ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ടാസ്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിൽ ഒരു 10-year എക്സ്പീരിയൻസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോണ്ടന്റ് റൈറ്റർ അല്ലെങ്കിൽ കോണ്ടന്റ് റൈറ്റർ സ്പെസിഫിക്കലി എക്സ്ക്ലൂസീവ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോണ്ടന്റ് റൈറ്റ് ചെയ്യുന്ന ഒരു ആൾ എഴുതി തരുന്ന പോലെ എനിക്ക് എഴുതി തരണു. ആൻഡ് ഈവൻ ദോ നിങ്ങളുടെ ഇംഗ്ലീഷ് കുറച്ച് മോശമാണ്, ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് ഒന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ChatGPT അത് റിഫൈൻ ചെയ്തിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുക. ബട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മോർ എലാബറേറ്റ് ചെയ്ത് പ്രോംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ് RTF എന്നുള്ളത്. ആൻഡ് ദ റിസൾട്ട് ആസ് ഇൻട്രൊഡക്ഷൻ ഇൻ ഡിഫൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്കൊരു പ്രോപ്പർ essay ആയിട്ട് എനിക്കിവിടെ കംപ്ലീറ്റ്ലി എഴുതി തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഓവറോൾ പ്രോംപ്റ്റിംഗ് എന്നുള്ള കാര്യം. ആൻഡ് നമുക്ക് തേർഡ് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, നൗ നമുക്ക് ChatGPTയെ കൊണ്ട് ഒരു ടാസ്ക് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഏതൊരു AI ടൂൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേജർലി ടാസ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സിംപിളി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്, when you divide a single task into more manageable steps, ആ ഒരു പർട്ടിക്കുലർ AI ടൂള് അതിൻ്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ആൻസർ തരും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ChatGPTയോട് ഡയറക്റ്റ്ലി ഒരു essay എഴുതണം എന്ന് പറയുന്നതിന് പകരം ഞാൻ ChatGPTയോട് പറയാണ്, എനിക്കൊരു essay എഴുതണം, യുവർ റോൾ ഇസ് ദിസ് ആൻഡ് യുവർ ടാസ്ക് ഇസ് ദിസ്. essay എഴുതണം എന്നുള്ളതാണ് എൻ്റെ ടാസ്ക്. പക്ഷേ ഞാൻ ആ ടാസ്കിനെ മോർ മാനേജബിൾ സ്റ്റെപ്സ് ആക്കുന്നു. ആദ്യം എനിക്ക് ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷനുള്ളിൽ ഇന്ന സാധനങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഇത്ര പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീ കീപ്പ് അപ്പ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് എന്നുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരു ഓവറോൾ ഓവർവ്യൂ ആയിരിക്കണം നീ എഴുതുന്നത്. ആ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓവറോൾ ഓവർവ്യൂ നീ എഴുതുന്ന സമയത്ത് അതിൽ ഇന്ന കാര്യങ്ങൾ നീ ഇൻക്ലൂഡ് ചെയ്യണം. എത്ര മാനേജബിൾ പാർട്ടുകളാക്കി നിങ്ങളതിനെ മാറ്റുന്നുണ്ടോ അത്രയും എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ChatGPTയുടെ ഔട്ട്പുട്ടായിട്ട്. സോ ഈ ഒരു
കോൺസെപ്റ്റ് എപ്പോഴും നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്യുന്ന സമയത്ത് AI ടൂൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടൻറ്റും വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദാറ്റ് ഈസ് മാനേജബിൾ ടാസ്കുകളാക്കിയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക ഓർ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ മൂർ ഓൺ ChatGPTയിലേക്ക് ഏറ്റവും അടിപൊളിയായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. സോ മേക്ക് ഷുവർ നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാനേജബിൾ ടാസ്കുകളാക്കി നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അണ്ടർ റേറ്റഡ് ഓർ നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ്. സോ നൗ ഐ തിങ്ക് നമ്മളൊരു ഓവറോൾ ബേസിക്സ് കവർ ചെയ്തു. നൗ യു നോ 3 പാർട്ട് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ 3 ടൈപ്പ് ഏതൊക്കെയാണ് AI ടൂൾസിൻ്റെ എന്നുള്ളത്. ആൻഡ് സെക്കൻഡ്, പ്രോംപ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം, പ്രോംപ്റ്റിങ്ങിൻ്റെ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾക്കറിയാം. ആൻഡ് തേർഡ്, ChatGPTയെ കൊണ്ടൊരു ടാസ്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അതിന് മാനേജബിൾ സ്റ്റെപ്സുകളാക്കി പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് എങ്ങനെയൊക്കെ അത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ത്രൂ നിങ്ങൾക്കറിയാം. മേക്ക് ഷുവർ നിങ്ങളിത് പ്രാക്ടിക്കലാക്കുന്നുണ്ട് എന്നുള്ളത്. കുറച്ച് AI ടൂൾസൊക്കെ യൂസ് ചെയ്ത് നോക്കുക. ആൻഡ് ഫോർത്ത്, എനിക്കൊരു ബോണസ് സിമ്പിൾ കാര്യം പറയാനുള്ളത്, ഒരുപാട് ആളുകൾ മേ ബി ഈ വീഡിയോ കാണുന്നവർ AI ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ AIയിലേക്ക് ഏറ്റവും പുതിയ ആളുകളായിരിക്കും. അവരോട് ശരിക്കും ആക്ച്വലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സിംപ്ലി ChatGPT യൂസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് മറ്റേ AI ടൂൾ സ്ലോലി നിങ്ങൾ കൊണ്ടുപോകുക. ബിക്കോസ് AIനെ പുറത്ത് നിന്ന് കാണുന്ന സമയത്ത് അയ്യോ എന്താ AI ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും. പക്ഷേ AI ഒരു നിർബന്ധിതമായിട്ടുള്ള കാര്യം നമ്മളെല്ലാവരും എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അവിടെ ഒരു ലെഫ്റ്റ് ഔട്ട് ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവരുത്. സിംപ്ലി ChatGPTയിൽ സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് മോർ നിങ്ങൾ മുമ്പോട്ടേക്ക് പോവുക. ക്ലോഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, വെച്ച് സിമിലർ ടു ChatGPT. സോ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമൊന്നുമല്ല, സിമ്പിൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് എഫക്റ്റീവായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു സോ മച്ച്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.